നമുക്കറിയാം ജൂൺ 19 വായനാ ദിനമാണ്. PN പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് കൊണ്ടാടുന്നത്. ഈ വായനാ ദിനത്തിൽ നമ്മളൊരു ന്യൂസിലാൻഡിലെ ഒരു പുതിയ സംസ്കാരത്തിന് തുടക്കം കുറിക്കുകയാണ്. ഒരു ഗ്രന്ഥശാലയാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. ബഹുമാനപ്പെട്ട അങ്കമാലി MLA ശ്രീ റോജി M. ജോൺ അവർ ലൈവിൽ വന്ന് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ ഗ്രന്ഥശാലയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ന്യൂസിലാൻഡിലെ ന്യൂപ്ലിമൗത്തിലെ മലയാളികൾക്ക് വായിക്കാൻ അവസരം ഉണ്ടാക്കുക, അതുപോലെ കുട്ടികളിൽ വായനാശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വായനശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വായനശാല നമ്മൾ നാട്ടിലെ ഒരു ഗ്രന്ഥശാല പ്രവർത്തിക്കുന്ന പോലെ തന്നെ സ്റ്റോക്ക് രജിസ്റ്ററും വിതരണ രജിസ്റ്ററും വെച്ച്, കൂടാതെ നമുക്ക് ഈ വായനശാലയിൽ പുസ്തകം ആവശ്യമുള്ളവര് എന്റെ ഫോണിൽ വാട്സപ്പ് ചെയ്താൽ നമുക്ക് ഒരുപക്ഷെ ഒരാഴ്ചക്ക് 2-3 ദിവസത്തിനുള്ളിൽ അവർക്ക് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് നമ്മൾ ഈ പുസ്തകം കൊടുക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഫീസോ ഒന്നുമില്ല. നമ്മൾ ഇതൊരു വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പുസ്തകങ്ങൾ നമുക്ക് എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോ ഇത് ശരിക്കും ഒരു ഗ്രന്ഥശാലയുടെ പ്രവർത്തന രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ഈ ന്യൂപ്ലിമൗത്ത് മലയാളികളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മളുടെ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് മനോജ് ചേട്ടൻ, അതുപോലെ തന്നെ മുൻ പ്രസിഡന്റ് സുബി ചേട്ടൻ, അതുപോലെ മുൻ സെക്രട്ടറി ജാക്സൺ ചേട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. എന്ത് പറഞ്ഞാലും അത് കുറവായി പോകും. പക്ഷെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഈ സമയങ്ങളാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഇവിടെ നല്ലൊരു ജോലി, നല്ലൊരു വീട് എല്ലാം നമ്മൾ സ്വപ്നം കണ്ട് ന്യൂസിലാൻഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലത്തെ സംസ്കാരത്തിനെ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഇപ്പം ആദ്യം തന്നെ ഒരു ചാനൽ ഓൾറെഡി ഉണ്ട്. അത് കൂടാതെ ഇപ്പോ അതിനെ കുറെ സമയം ജോബി ചെലവാക്കുന്നുണ്ട്. അതിലെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ട്. അതുകൂടാതെ ഇപ്പൊ ഇനിയിപ്പോ പുതിയൊരു സംരംഭം തുടങ്ങിയത്, അത് നന്നായി നല്ലപോലെ വിജയിക്കട്ടെ. എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഒരു താങ്ക്സ് പറയാം. നമസ്കാരം. ഇപ്പം ജോബി വളരെ വ്യത്യസ്തമായിട്ട് ഓരോ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ചെറുപ്പക്കാരനാണ്. പ്രത്യേകിച്ച് ന്യൂപ്ലിമൗത്തിലുള്ള മലയാളികൾക്ക് ഒരു അഭിമാനമാണ് ജോബി ഇവിടെ വന്നു. നമ്മളെല്ലാം വരുന്ന പോലെ ജോബി ഇവിടെ വന്നു. മനോജേട്ടൻ പറഞ്ഞ പോലെ തന്നെ വന്നു. ജോബി ഇതിനകത്തൊക്കെ സമയം കണ്ടെത്തി ഒരു വലിയ ഇനിഷ്യേറ്റീവാണ് ജോബി എടുത്തേക്കുന്നത്. ജോബിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ എൻ്റെ വ്യക്തിപരമായി നേരിടും ഞാൻ അറിയിക്കണം. വളരെ നല്ലൊരു കാര്യമാണ് ജോബി ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നു. നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മളെക്കാളും കൂടുതലായിട്ട് നമ്മുടെ പിള്ളേർക്കാണ് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പിള്ളേർക്കും നമ്മുടെ പൂർവികർക്കും, അതായത് അപ്പനും അമ്മയ്ക്കൊക്കെ. കാരണം പല വീടുകളിലും സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അപ്പനും അമ്മയും പറയുന്നത് പിള്ളേർക്ക് മനസ്സിലാവില്ല, പിള്ളേര് പറയുന്നത് അപ്പനും അമ്മയ്ക്കും മനസ്സിലാവില്ല. അത് എല്ലാ വീടുകളിലും സംഭവിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ്. ജോബി എടുത്ത ഈ ഒരു ഇനിഷ്യേറ്റീവിന്റെ ഒരു നെക്സ്റ്റ് പടിയായിട്ട് ഞാൻ ജോബിയോട് അഭ്യർത്ഥിക്കുന്നത്, പിള്ളേർക്ക് അത്യാവശ്യം പറയുവാണെങ്കിൽ ഒരു മലയാളം എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തില്. കാരണം ജോബിയോട് പറയാൻ പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ ജോബി ഇത് വേണം പുതിയ ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു. അതുകൊണ്ട് ജോബിയോട് പറയുന്നു. എന്താണേലും ഈ വായനശാല എന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു കൺസെപ്റ്റാണ്. അത് എല്ലാവരും ചൊല്ലി നമുക്ക് ഇവിടെ അറിയാലോ, ബുക്കേരിക്ക് നല്ലൊരു ലൈബ്രറി ഉണ്ട്, അതിൽ ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് മലയാളം വായിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ബുക്ക് കിട്ടാനായിട്ടുള്ള അവൈലബിലിറ്റി ഇവിടെ വളരെ കുറവാണ്. അതിനൊരു ഇനിഷ്യേറ്റീവാണ് ജോബി എടുത്തിരിക്കുന്നത്. ജോബിയോട് എല്ലാവിധ ആശംസകളും. നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോട്ടെ എന്നും ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരാൾ നമ്മളെപ്പോഴും വനിതകൾക്ക് ഒരു പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം വായനാ ദിനമാണ്. PN പണിക്കരുടെ ചിത്രം നമ്മൾ ഇവിടെ കണ്ടു. സത്യത്തിൽ ഇപ്പം പ്രവാസ ലോകത്ത്, അതായത് ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ സർക്കാർ മലയാളം മിഷൻ എന്ന ഒരു വലിയൊരു സ്ട്രക്ചർ മലയാള ഭാഷയ്ക്ക് വേണ്ടി ഒരുപാട് ഫണ്ട് കൊടുത്തിട്ട് അവിടുത്തെ ചെറിയ കുട്ടികളെ വരെ മലയാള ഭാഷ, മലയാള സാഹിത്യം ഇതിനു വേണ്ടിയിട്ട് വലിയൊരു പ്രൊജക്റ്റ്
ഇപ്പൊ റൺ ചെയ്യുന്നുണ്ട് അവിടെ. പക്ഷെ ഇതുപോലുള്ള സ്ഥലം ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ പോലുള്ള ഈ റിമോട്ട് പ്ലേസുകളിൽ മലയാളം പോലുള്ള നമ്മുടെ നാടിനെ പറിച്ചു നടുന്ന ഇത്തരം സ്ഥലങ്ങളിൽ നമ്മുടെ വേരുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുതിർന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വേരുകൾ എന്താണ്, നമ്മൾ ചിറകുയർത്തി പറക്കുന്നതിനൊപ്പം നമ്മുടെ വേരുകൾ മനസ്സിലാക്കണം. നമ്മുടെ നാടിന്റെ ഒരു സാംസ്കാരികപരമായ നവോത്ഥാനപരമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന ധാരാളം ബുക്കുകൾ ജോബി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ന്യൂസിലാൻഡ് കമ്മ്യൂണിറ്റി മലയാളി കമ്മ്യൂണിറ്റിക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള ആ ഒരു ഇടം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി. ഞാൻ ഇതിനൊരു പേരിട്ടുണ്ട്. ഞാൻ പേര് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അത് പ്രസിഡന്റും സെക്രട്ടറിയും പ്രസിഡന്റും മൂന്നുപേരും കൂടി ഫോട്ടോ എടുക്കുന്നതാണ്. വായനാ കൂട്ടം എന്നാണ് നമ്മളതിന് പേരിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു എന്താ പറയാ, ഇവിടെ വായനയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ നമുക്കൊന്ന് സംഘടിപ്പിച്ച് നമുക്ക് ഇവിടെയുള്ള കമ്മ്യൂണിറ്റിയിലെ ഒരു വായന സംസ്കാരത്തെ ഒരു പുത്തൻ ഉണർവ് നൽകുക എന്നുള്ള ഉദ്ദേശമാണ്. അത് മുഖേന നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും അതൊരു ഗുണകരമാവും. അത് നമ്മുടെ മക്കൾക്കാണെങ്കിലും നമ്മളുടെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ അത് എങ്ങനെ ആൾക്കാരെ ഏറ്റെടുക്കാന്നുള്ളത് നമുക്ക് എന്താ പറയാ, അതിനൊക്കെ അതുണ്ടല്ലോ, നിമിത്തം ഉണ്ടാവും. നിമിത്തം